എൻ്റെ മക്കളെ ഞാൻ അടുത്ത ദിവസം നല്ലൊരു സിനിമ കണ്ടു കേട്ടോ. തുടരും എന്നുള്ള സിനിമ നല്ല സിനിമയാണ്. നല്ല സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ കൗമാര കാലഘട്ടത്തിലാണല്ലോ മോഹൻലാലും ശോഭനയൊക്കെ ഒന്നിച്ച് ഉള്ള സിനിമകൾ വന്നത് അല്ലേ. ആ കാലഘട്ടത്തിലുള്ളവർക്കറിയാം അവരുടെ ആ ജോഡി നല്ല രസമല്ലായിരുന്നു. അത് തന്നെയല്ല ശോഭനയുടെ സാരി ഉടുക്കലും ശോഭന എന്ത് വസ്ത്രം ധരിച്ചാലും പാവാടയും ധാവണിയൊക്കെ ഇട്ടുപോയാലും ഒക്കെ നമുക്കങ്ങ് ഭയങ്കര ഇഷ്ടാവില്ലേ. തേന്മാവിൻ കൊമ്പത്ത് ഇങ്ങനെ ശോഭനയുടെ കുറേ സിനിമകളില്ലേ അല്ലേ. ആ സിനിമകളൊക്കെ ഒന്ന് മനസ്സിലോർത്ത് നോക്കി. അഭിനയവും മോഹൻലാലുമായിട്ട് നല്ലൊരു ഇതല്ലേ ശോഭനയുടെ അഭിനയം കാണാൻ. അതുപോലെ ഒരു സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ടാട്ടോ ഞാനും പോയത്. ഞാൻ സിനിമയുടെ കഥ കേട്ടിട്ടോ സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് ആ ശോഭനേനെയും മോഹൻലാലിനെയും ഒന്ന് കാണുക. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം സാരിയൊക്കെ ഉടുത്ത് ഞാൻ കോളേജിൽ പോയി. ആരും ഉടുക്കുന്നില്ല അന്ന്, പാവാടയും ബ്ലൗസും എല്ലാവരും അധികം. അപ്പം അന്ന് ഇങ്ങനെ ഉടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ശോഭന സാരി ഉടുക്കുന്ന, പക്ഷെ അതുപോലെയൊന്നുമല്ല. ശോഭന ഇങ്ങനെ മെലിഞ്ഞിട്ട് നല്ല ഭംഗിയല്ലേ സാരി ഉടുത്തേക്കണതാണ്, അതായിരുന്നു മനസ്സിൽ. അപ്പം അന്ന് തൊട്ട് എനിക്ക് സാരി ഉടുക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ ഒരു വീട്ടമ്മയായിട്ടൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ ശോഭന ഒരു ഒറിജിനൽ വീട്ടമ്മയായിട്ടല്ലേ മാറുന്നത്, ആ രീതിയല്ലേ. ഈ സിനിമയിലും നല്ല ഒരു വീട്ടമ്മയായിട്ട് നല്ല ഒരു സിനിമയാട്ടോ. ഒരച്ഛൻ്റെ സ്നേഹവും ഒരു സാധാരണ ഒരു കുടുംബത്തിൻ്റെ എങ്ങനെയാണ് കഴിഞ്ഞു പോകേണ്ടത്, ആ കുടുംബത്തിൻ്റെ സ്നേഹവും ഒക്കെ മോഹൻലാലിൻ്റെ അഭിനയവും ഒരു എന്നാ പറയുക ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തിയുള്ള ആ സ്നേഹവും, പിന്നെ ഒരു മകൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ വിഷമങ്ങളും, അത് ആ ബാത്റൂമിലൊക്കെ പോയിരുന്ന് കരയുന്നുണ്ടല്ലോ, നമ്മുടെ ഹൃദയം നമ്മളും കൂടെ കരഞ്ഞു പോകും. അതുപോലെ ഒറിജിനൽ മോഹൻലാലിൻ്റെ അഭിനയം എൻ്റെ പൊന്നു സമ്മതിച്ചു കൊടുക്കണം. മോഹൻലാലിൻ്റെ കണ്ണുകൾ തന്നെ അഭിനയിക്കുക അല്ലേ, ഒന്ന് ഓർത്തു നോക്കി. ഭയങ്കരമായിട്ടോ. ഞാൻ സിനിമേനെ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും പറയണമല്ല, പക്ഷേ ആ സിനിമ കണ്ടപ്പം അതിനു വേണ്ടി കാണാൻ പോയത്. എനിക്ക് ശോഭനേനെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആൾക്കാർ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ശോഭനയുടെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. പണ്ടൊരിക്കലും ഞങ്ങൾക്കൊരു ഇവിടെ ഒരു സംഘടനയുണ്ട്, ഫ്യൂജി ഗംഗ എന്നും പറഞ്ഞുകൊണ്ട്, കൾച്ചറൽ സൊസൈറ്റിയാണ്. അത് ഇങ്ങനെ പരിപാടികൾ അവതരിപ്പിക്കും. വർഷത്തിൽ 10 പരിപാടി അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ശോഭനയുടെ മോളില്ലേ അതുമായിട്ട് ഇവിടെ വന്ന് ഓർക്കേണ്ടത്, നാരായണി എന്നാണ് തോന്നുന്നു കുഞ്ഞിൻ്റെ പേര്. അതുമായിട്ട്, അത് കുഞ്ഞു കൊച്ചായിരുന്നു, അതിനെ എടുത്തു വളർത്തുന്ന ഒരു മോളുണ്ട് ശോഭനയ്ക്ക്. അപ്പം അതുമായിട്ട് ഇവിടെ തൊടുപുഴ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊന്നും വിചാരിച്ചില്ല. അതെനിക്ക് തോന്നുന്നു 5-6 വർഷം മുമ്പാന്ന് തോന്നുന്നു. അതെ, 5-6 വർഷമായി. അപ്പോൾ അങ്ങനെ ഒരു നല്ല സിനിമയാണ്. പിന്നെ ഈ അടുത്ത കാലത്തെല്ലാം വെട്ടും കുത്തും കൊലയുള്ള സിനിമകളല്ലേ, അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. നല്ല കഥയാണ്, നല്ല സിനിമയാണ്, കണ്ടിരിക്കാം, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം തമാശ സിനിമകൾ കാണണം കേട്ടോ. ചുമ്മാ നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ലോകത്ത് ജീവിക്കുമ്പോൾ എന്തിനീ പോയുള്ള സമയം ഈ വെട്ടും കുത്തും കൊലപാതകമുള്ള സിനിമ കാണുന്നതല്ലേ. അങ്ങനത്തെ സിനിമകൾ എന്തിനിറക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. മനുഷ്യനൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ആവശ്യം. ഇങ്ങനെയുള്ള സിനിമകൾ കുട്ടികളുടെ മനസ്സിലേക്കും ഒക്കെ എന്തോരം നെഗറ്റീവ് അല്ലേ സ്പ്രെഡ് ചെയ്യുന്ന ചീത്ത സിനിമകൾ. എനിക്ക് കുറേ സിനിമകളൊന്നും എനിക്ക് അത്ര പിടിച്ചൊന്നുമില്ല. മാർക്കോ, എമ്പുരാൻ, ഇതൊക്കെ നമ്മുടെ അഭിപ്രായം പറഞ്ഞു മാത്രം, ആർക്കും പറയാമല്ലോ അല്ലേ, സ്വാതന്ത്ര്യമില്ലേ. അപ്പം ഈ സിനിമ എന്താണേലും എനിക്കിഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ ശോഭനയുടെ അഭിനയം നല്ല ജോഡിയാണ്. നമ്മുടെ തൊടുപുഴയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ആ സിനിമയ്ക്കകത്ത്. ഞങ്ങളുടെ നാടിൻ്റെ സൈഡൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. നെടിയശാലയോ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ മിക്കവാറും ഷൂട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ തൊടുപുഴ മിക്കവാറും ഷൂട്ടിങ്ങുള്ള ഒത്തിരിയുണ്ട്. ശാന്തിഗിരി കോളേജൊക്കെ ഉണ്ട് അവിടെ. അപ്പം അവിടെയൊക്കെ ഷൂട്ടിങ് മിക്കവാറും ഉള്ളതാണ്. ഒത്തിരി സിനിമകളുടെയൊക്കെ വരുന്ന കാണാം. വണ്ടികളൊക്കെ ഇതിൽ പോകുന്ന കാണാം, സിനിമക്കാരുടെ വണ്ടികളില്ലേ അതൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. അപ്പം അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. എല്ലാവരും ഒന്ന് പോയി സമയമുള്ളപ്പോൾ പോയി കാണുക. ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു, സിനിമയ്ക്ക് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, എങ്കിലും കാണാൻ നല്ലൊരു സിനിമ കേട്ടോ. സങ്കടമൊക്കെ വരും, എങ്കിലും ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളൊക്കെ കണ്ടിരിക്കണമെന്നേ. അച്ഛനോടും അമ്മയോടുമുള്ള ഇതൊക്കെ മക്കളും കണ്ടിരിക്കണം. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും മക്കളുടെ സ്നേഹവും ഒക്കെ മനസ്സിലാക്കാൻ എല്ലാ മക്കൾക്കും സാധിക്കും ഈ സിനിമയിലൂടെ ഇല്ലേ. മനസ്സിലാക്കണം, കാരണം എല്ലാ അടിയും കുത്തും വെട്ടും മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള സിനിമകളാണ് ഇറക്കേണ്ടത്. മക്കൾക്കൊരു പിള്ളേരല്ലേ ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോഴേ കാണാൻ പോകുന്ന പിള്ളേരല്ലേ. അപ്പം അങ്ങനെയുള്ള സിനിമകളല്ലേ ഇറക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇല്ലേ. പിള്ളേരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന സിനിമകൾ ഇറക്കിയിട്ടുണ്ട്, ശരിക്കും മക്കളെ സ്വാധീനിക്കും. ഈ കൊല്ലും കൊലയും കാണുന്ന സിനിമകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതേ സ്വാധീനിക്കുള്ളൂ. അവർക്ക് നിസ്സാരം ഇങ്ങനെ ദൃശ്യം മോഡലിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്നു, നമ്മൾ ചിന്തിച്ചു നോക്കി. മാർക്കോ ഇറങ്ങിയ പിന്നെ എന്തോരം
ഒരു കൊലപാതകം നടന്നില്ലേ. ഇങ്ങനെ ചെറുതാണെങ്കിലും നമ്മൾ പറയും സിനിമയല്ല, സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്നൊക്കെ പറയും. പക്ഷേ ചിലർക്ക് അതങ്ങനെ പറ്റില്ല. ചിലർ യഥാർത്ഥ ജീവിതമായിട്ട് ഇപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ, സാരി ഉടുത്തോണ്ട് ശോഭന പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശോഭന ആ മെലിഞ്ഞ ശരീരത്തോടെ നല്ല ഭംഗിയല്ലേ ശോഭന കാണാനും ഒക്കെ. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ശോഭനയാണ് നമ്മൾ സാരി ഉടുക്കുമ്പോൾ. ഇത് അഭിനയിക്കാൻ മക്കളുടെ മനസ്സിലും തോന്നും, ഇതിങ്ങനെ ചിന്തിക്കാൻ തോന്നും. കാരണം ഇത്രയും പ്രായമായിട്ട് നമുക്കൊരു ആരാധന തോന്നണമെങ്കിൽ മക്കളിങ്ങനെ ഈ കൊലയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇന്ന രീതിയിൽ ഒരാളോടൊരു ചെറിയ വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ അത് ഇന്ന രീതിയിൽ ചെയ്യാം, ഇന്ന രീതിയിൽ അവൻ ഉപദ്രവിക്കാമെന്ന് അവൻ മനസ്സിലാക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊന്നും ഇറക്കാതിരിക്കുക ഭേദം. 18 വയസ്സിൽ മുകളിലുള്ളവരാന്ന് പറയും. 18 വയസ്സിലുള്ള മുകളിലുള്ളവരല്ലേ ഇങ്ങനെയുള്ള താഴെയുള്ളവർ കുറച്ചേ ചെയ്യുന്നുള്ളൂ. മുകളിലുള്ളവരുടെ അധികം ഇങ്ങനത്തെ ദുഷ്ടകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആരോടും ഒരു സ്നേഹമില്ലാതെ അങ്ങനത്തെ സിനിമകളോട് എനിക്കൊട്ടും യോജിപ്പില്ല കേട്ടോ. ഇങ്ങനെയുള്ള സിനിമ മോഹൻലാലിൻ്റെ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറക്കുവാണെങ്കിൽ നല്ല, അല്ലാണ്ട് വലിയ കാശ് മുടക്കിയിട്ട് വലിയ വമ്പൻ സിനിമ ഇറക്കി ഈ വെട്ടും കുത്തും കൊലയാണെങ്കിൽ എന്തിനു കൊള്ളാതെ ഇതുപോലെയുള്ള നാടൻ സിനിമകൾ ഇറക്കി നമ്മൾ നാടൻ ജീവിതമല്ലേ നമ്മുടെയൊക്കെ അല്ലേ, അതല്ലേ നമുക്ക് കാണണ്ടേ. പൈസ മുടക്കി പോയിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതും നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ സാമ്യം വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും ഇല്ലേ. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. ഇന്ന കാര്യം ചെയ്താൽ കണ്ടോ അങ്ങനെയാ കഴിച്ച ഇങ്ങനെയാവും എന്നൊക്കെ ചിന്തിക്കാൻ പറ്റണം. അതാണ് സിനിമ. അല്ലാണ്ട് മനുഷ്യനെ വിഷമിപ്പിക്കുന്നു ഇറങ്ങിക്കഴിഞ്ഞാലും നല്ലതാണെന്ന് പറയാൻ പറ്റിയ ഒരു സിനിമ. സങ്കടങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്, ദുഃഖങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. എങ്കിലും നല്ലൊരു കുടുംബാന്തരീക്ഷം, നല്ലൊരു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരച്ഛൻ്റെയും ഒക്കെ കഥ, നല്ലൊരു അമ്മയുടെയും ഒക്കെ എല്ലാം സഹിക്കുകയൊക്കെ ഒരു നല്ല സിനിമ. അപ്പം ഞാൻ സമയമുള്ളവരൊക്കെ പോയി കാണുന്നേ. ചുമ്മാ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്കൊക്കെ പോകുന്നത് നല്ലതാണ്. നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വരും. ഒരു സിനിമയൊക്കെ ഇടയ്ക്ക് എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോകും. എന്നൊന്നും പോകണമെന്നൊന്നുമല്ല, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ. ഞാൻ എമ്പുരാൻ കണ്ടൊന്നുമില്ല കേട്ടോ. എമ്പുരാനും മാർക്കോ കണ്ടു. എമ്പുരാൻ കണ്ടൊന്നുമില്ല. എനിക്ക് മാർക്കോ കണ്ടതോട് മതിയായി. അതുകൊണ്ട് പിന്നെ എമ്പുരാൻ കാണാൻ പോയില്ല. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. എനിക്കിങ്ങനെയുള്ള മോഹൻലാൽ, ശോഭന, അങ്ങനെ മമ്മൂട്ടി, സുഹാസിനി പണ്ടത്തെ അങ്ങനെയൊക്കെയുള്ളവരെ, പിന്നെ കോമഡികൾ അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ കാണാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊന്നും മക്കൾക്ക് വലിയ ഇഷ്ടമില്ല. ഇടിയൊക്കെ ഉള്ളവർക്ക് അവർക്കിഷ്ടം. ഞാനിപ്പം വിടില്ല, ഞാൻ ഇളയവനെ ഒന്നും വിടില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത അങ്ങനത്തെ പോയി കണ്ടിട്ട് എന്നാലും പോവുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ പറഞ്ഞ ആരെയൊക്കെ എന്നാലും അവർ പോവുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറയാം അത് സിനിമയായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ നമ്മളോട് വാചകം അടിച്ച് നമുക്ക് ക്ലാസ് എടുത്തിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ സിനിമേനെക്കുറിച്ച് പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ശോഭനേനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അപ്പം ബൈ.